നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്ചർ കോട്ടിങ് ഒരു ക്ലാഡിംഗ് സ്റ്റോൺ പാറ്റേൺ ആണ്. ബ്രിക്ക് പോലുള്ള ഒരു സ്റ്റോൺ പാറ്റേൺ ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഭിത്തി പഴയതാണ്, അതിന് മുകളിൽ ഒരുപാട് ലെയർ ഓഫ് പെയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പീൽ ഓഫ് ചെയ്യാൻ നിൽക്കുന്ന പെയിൻ്റ് എല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയുകയും പിന്നീട് ഉള്ള പെയിൻറ്റ് ലെയർ പീൽ ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യമായി ട്രൂ കോട്ട് പെയിൻറ്റ്സിൻ്റെ സീലർ പ്രൈമർ നമ്മൾ ഈ സബ്സ്ട്രേറ്റിൽ അടിക്കാൻ പോവുകയാണ്. ഇനി ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഈ ടെക്സ്ചർ കോട്ടിംഗ് ആർട്ടിസ്റ്റിൻ്റെ കരവിരുത് അനാവരണം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ അക്രിലിക് ഫൈൻ പ്ലാസ്റ്റർ അടിച്ച ഈ ഭിത്തിയിലേക്ക് ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ആ നാച്ചുറൽ ഫിനിഷിലേക്ക് എത്താൻ വേണ്ടി ആദ്യമായി ട്രൂ കോട്ട് പെയിൻറ്റ്സിൻ്റെ ടൈൽ കോട്ട് എന്ന പ്രൊഡക്റ്റിലെ ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടൈൽ കോട്ട് ബ്ലാക്ക് അടിച്ച് ഫിനിഷ് ചെയ്ത ഈ പ്രതലത്തിൽ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ആ ഒരു തിളക്കം കിട്ടുവാൻ വേണ്ടിയിട്ട് ട്രൂ കോട്ടിൻ്റെ വാട്ടർ ബേസ്ഡ് മെറ്റാലിക് സിൽവർ പെയിൻറ്റ് നമ്മൾ ലൈറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഇടയ്ക്കുള്ള ആ ഗ്രൂവുകൾ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് വീണ്ടും ഒന്ന് ഹൈലൈറ്റും കൂടെ ചെയ്യുക. ഇതാ കണ്ടില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു അടിപൊളി ക്ലാഡിംഗ് സ്റ്റോൺ ഫിനിഷ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ആ ഫിനിഷിൻ്റെ മുകളിൽ ഞാൻ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ട്രൂ കോട്ട് പെയിൻറ്റ്സിൻ്റെ അക്രിലിക് റോക്ക് ക്ലിയർ ഉപയോഗിച്ച് അതിനെ ഫിനിഷ് ചെയ്യുകയാണ്.